ചില കത്തുകൾക്കുള്ള മറുപടിയാണ് ഇവിടെ പറയുന്നത്. ഇത് സംഗീത കോയമ്പത്തൂരിൽ നിന്ന് എഴുതിയിരിക്കുന്നു. അവർക്ക് 23 വയസ്സുണ്ട്. ഏകദേശം 1 വർഷമായിട്ട് അലർജിയുടെ അസുഖമുണ്ട്. ഇപ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകുന്നു. വളരെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളാണ്. ചില മരുന്നുകൾ കഴിച്ചു, ഒരു ഫലവുമില്ല. എന്നെ കണ്ടാൽ ഏകദേശം 18 വയസ്സായ പോലെയാണ് ഇരിക്കുന്നത്. കുടുംബത്തിൽ മറ്റാർക്കും ഈ അസുഖമില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അനേക വർഷമായിട്ട് ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ എന്ന അലർജി മൂലം ശ്വാസം മുട്ടൽ ഉണ്ടാകുന്ന ഒരു രോഗിയാണ് ഈ സംഗീത. അവർക്ക് അവരുടെ ജീവിതചര്യയിലും ദിനചര്യയിലും ഭക്ഷണക്രമത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നതുകൊണ്ട് ഈ രോഗത്തിൽ നിന്ന് ഒരു പരിധിവരെ മോചനം ലഭിക്കുന്നതാണ്. തണുത്ത ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ തൈര്, പച്ചത്തൈര്, പഴവർഗ്ഗങ്ങൾ, തണുപ്പധികമുള്ള പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ഉഴുന്ന് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ മുതലെല്ലാം ഒഴിവാക്കുക. അപ്പോൾ ഈ കഫസംബന്ധമായിട്ടുള്ള രോഗത്തിനൊരു പരിധിവരെ ആശ്വാസം ലഭിക്കും. ഇനി മരുന്നായിട്ട് വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്ന ഈ ശ്വാസരോഗങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന അനേകം ഔഷധങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. തുളസിയില, അതുപോലെ ആടലോടകത്തില, ഇവയെല്ലാം നന്നായി വാട്ടിപ്പിഴിഞ്ഞെടുത്ത്, ചെറിയ ആടലോടകമായിരിക്കും എപ്പോഴും ഔഷധ ഗുണം ഏറിയിരിക്കുക. അത് നന്നായി കഴുകി വൃത്തിയാക്കി വാട്ടിപ്പിഴിഞ്ഞെടുത്ത നീര് മഞ്ഞൾപ്പൊടി ചേർത്ത് ദിവസവും രാവിലെ സേവിക്കുക. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഈ രോഗത്തിനോടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ എപ്പോഴും വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം സഹായിക്കുന്നു. ഇത് ദീർഘകാലം ഉപയോഗിക്കാവുന്നതും യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളില്ലാത്തതുമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഇനി ഔഷധങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അനേക വിധത്തിലുള്ള ഔഷധങ്ങൾ ഈ ശ്വാസകാസ രോഗങ്ങൾക്ക് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ബലക്ഷയം ഈ രോഗികളിൽ ദീർഘകാലമായിട്ട് ഈ രോഗം കൂടെ നിൽക്കും എന്നതുകൊണ്ട്, ബലക്ഷയം അനുഭവപ്പെടാമെന്നതുകൊണ്ട് ബലവർദ്ധകമായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ശ്വാസരോഗങ്ങൾ വളരെ ഫലപ്രദമായിട്ടുള്ള കനകാസവം മുതലായവ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി ഇത് തന്നെ ഈ കനകാസവം ഉണ്ടാക്കുന്ന ഉമ്മത്തിൻ്റെ ഇല, വേര് മുതലായ ചേർന്നിട്ടുള്ള ഔഷധമാണ്. ഈ ഉമ്മത്തില തന്നെ ഉണക്കി പൊടിച്ച് തിരിയായി കത്തിച്ച് ആ തിരി വലിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ശ്വാസതടസ്സം മാറ്റുന്നതിന് സഹായിക്കുന്ന ഒരു വളരെ ഫലപ്രദമായിട്ടുള്ള ഔഷധപ്രയോഗമാണ്. ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ജീവിതക്രമത്തിൽ വളരെ ചിട്ടയോടുകൂടി പോകുന്നതുകൊണ്ട് ഇതിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. തൊടുപുഴയിൽ നിന്ന് ജോർജ് ജോസഫ് എഴുതിയിരിക്കുന്ന കത്താണിത്. അദ്ദേഹത്തിന് 63 വയസ്സുണ്ട്. റിട്ടയറായ അധ്യാപകനാണ്. ആസ്മ രോഗം, ഷുഗർ, പ്രഷർ ഇതെല്ലാം അദ്ദേഹത്തിനുണ്ട്. ആസ്മയ്ക്ക് വെൻഡോളിൻ 4 mg കഴിക്കുന്നു. ഇൻഹേലറുണ്ട്. അസ്താലിന് വേല ഉപയോഗിക്കുന്നു. പിന്നെ പ്രഷറിനും ഷുഗറിനും മരുന്നുകൾ ഉപയോഗിക്കുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രഷറും ഷുഗറും അതുപോലെ ഈ ആസ്മ രോഗവും നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന വിധത്തിൽ ഫലപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചികിത്സ നിശ്ചയിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായവും രോഗങ്ങളും എല്ലാം ഗണിച്ചുകൊണ്ട് വളരെ ലഘുവായിട്ടുള്ള ചികിത്സകൾ നൽകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അദ്ദേഹം പ്രഷറിനും ഷുഗറിനും അതുപോലെ ആസ്മ രോഗത്തിനുമായിട്ട് നിരന്തരം അലോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ദഹന വ്യവസ്ഥകളും അതുപോലെ സിസ്റ്റങ്ങളെല്ലാം തന്നെ ഈ ഔഷധത്തിന്മേൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ പെട്ടെന്ന് തന്നെ എല്ലാം നിർത്തുന്നത് എപ്പോഴും യുക്തമല്ല. അപ്പോൾ അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാവുന്നതും ആയിട്ടുള്ള ചെറിയ ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ശ്വാസരോഗത്തിന് അദ്ദേഹത്തിന് വേണമെങ്കിൽ നിത്യേന എന്നോണം ഈ തുളസിയില, ശ്വാസാനന്ദം ഗുളിക അല്ലെങ്കിൽ ഗോരോചനാദി ഗുളികയെല്ലാം ചേർത്ത് രാവിലെ തന്നെ ചവച്ച് കഴിക്കാവുന്നതാണ്. ഇത് ആ ശ്വാസരോഗത്തിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി വെള്ളം കുടിക്കാനായിട്ട് ഈ ഷുഗറുള്ള ഒരു രോഗിയാണ്. അപ്പോൾ കുടിക്കുന്ന വെള്ളമായിട്ട് ഉപയോഗിക്കാൻ ഔഷധങ്ങളിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഏകനായകത്തിൻ്റെ വേര്, അതുപോലെ കരിങ്ങാലിക്കാതൽ, കുറച്ച് നെല്ലിക്കത്തൊണ്ട് എന്നിവയെല്ലാം ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ധാരാളം വെള്ളം കുടിക്കുക. ഇത് ഈ ഷുഗറിൻ്റെ ശരീരത്തിലെ ആ ഷുഗറിൻ്റെ നിലയെ ക്രമപ്പെടുത്തുവാനും അതുപോലെ ഈ രോഗം മൂലം ഉണ്ടാകുന്ന ക്ഷീണത്തെ അകറ്റുവാനുമെല്ലാം വളരെയധികം ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ്. ഇനി പ്രഷറുള്ള ഒരു രോഗിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഉപ്പടങ്ങിയിട്ടുള്ള അച്ചാറ് അതുപോലെ പപ്പടം മുതലായ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഉപ്പ് വളരെയധികം കുറയ്ക്കുക. അതുപോലെ ഫാറ്റ് അധികം കൊഴുപ്പ് ധാരാളം അടങ്ങിയിട്ടുള്ള
മാംസവും മുട്ടയും എല്ലാം ഉപേക്ഷിക്കുക. മത്സ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ അത് വറുത്ത് ഉപയോഗിക്കാതെ കറിയായിട്ട് വെച്ച് ആഹാരത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതുമാണ്.